ഹായ് ഫ്രണ്ട്സ്, ഓൺലൈൻ ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു കിച്ചൺ, മോഡുലാർ കിച്ചൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഘട്ടങ്ങളായിട്ടാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു റൂം മാത്രമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. നമ്മളിതിൽ ഫസ്റ്റ് ഫ്രെയിം അടിക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഓരോന്ന് ഘട്ടം വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലോഫ്റ്റിലും നമുക്ക് ഒരു എൽ ടൈപ്പിൽ വരുന്നുണ്ട്. കിച്ചൺ വന്നിട്ട് നമുക്ക് യു ടൈപ്പിലാണ് കിച്ചൺ വരുന്നത്. അതേപോലെ തന്നെ എൽ ടൈപ്പിൽ ഒരു ബോക്സും ഒരു സ്ട്രൈറ്റ് ആയിട്ടൊരു ബോക്സുമാണ് നമ്മൾ ഈ കിച്ചണിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് പോണ്ടിച്ചേരിയിലാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വീട്ടിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ലോഫ്റ്റ് വരുന്നത്. ലോഫ്റ്റ് നമുക്കിത് ഹൈറ്റ് കൂടുതലാണ്. ഇത് നമുക്ക് 54 ഇഞ്ചോളം ലോഫ്റ്റിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. നമ്മളിതപ്പോൾ ലോഫ്റ്റിൽ ഡോർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് 2 1.25 വെച്ചിട്ടാണ് ടോപ്പിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് ഡോർ 4 അടിയാണ്. അതായത് ഷീറ്റ് വേസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി 4 അടിയാണ് നമുക്ക് ഷീറ്റ് വരിക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോട്ടിൽ ഫ്രെയിം എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് എൽ ടൈപ്പിൽ ഒരു 4 ഡ്രോ വരുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ അടുപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ചോട്ടിൽ തന്നെ ഒരു ഓവനും വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഫോം ഷീറ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൽ കംപ്ലീറ്റ് 1.25 വെച്ചിട്ടാണ് ഫ്രെയിം അടിച്ചിട്ടുള്ളത്. അത് ചാമ്പ്യൻ ഗോൾഡ് കളറാണ് നമ്മളിതിൽ ഫ്രെയിം അടിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ACP ഷീറ്റും കൂടി ഒന്നിട്ട് കൊടുക്കണം. നമുക്ക് ഗ്രാനൈറ്റ് ഇടുമ്പോൾ ആ ഗ്രാനൈറ്റിനൊരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ACP ഷീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ അടുപ്പ് വരുന്നതാണ്. അത് നമ്മൾ ഗ്രാനൈറ്റിൽ കട്ട് ചെയ്യണം. ഇവിടെയാണ് സിങ്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂവും കൂടിയും കാണാം. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ താഴത്തിന് നമുക്കൊരു ഓവൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എൽ ടൈപ്പിലാണ് നമ്മൾ ഡോർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഓവൻ വരുന്നുണ്ട്. ഇതിൽ മേലെ ഗ്യാസ് അടുപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ വന്നിട്ട് സിങ്കാണ് വരുന്നത്. ടോപ്പ് ഭാഗത്ത് നമ്മളൊരു എൽ ടൈപ്പിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ കോർണർ ഭാഗം സ്പേസ് വേസ്റ്റ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മളൊരു 4 ഡോറ് വരുന്ന പോലെ ഈ ഇതടിച്ചിട്ടുണ്ട്. ഫ്രെയിം ബോക്സ് അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോഫ്റ്റ് നമ്മൾ കറക്റ്റ് 4 അടി ഡോറായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഹാൻഡിൽ സെക്ഷനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ സെക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ 1.25 ഇഞ്ച് മൈനസായി പോകും. അപ്പോൾ നമുക്ക് ഷീറ്റ് അങ്ങനെ ലാഭം കിട്ടുക പറഞ്ഞാൽ വേസ്റ്റ് ആകാണ്ട് ഷീറ്റ് നമുക്കിതായിട്ടുണ്ട്. ഇതിൻ്റെ താഴത്ത് നമുക്കൊരു പാസേജാണ്. അതായത് ഭക്ഷണം ഫുഡൊക്കെ കൊടുക്കാനുള്ളൊരു ഈ ഹാളിലേക്ക് കൊടുക്കാനുള്ളൊരു ഗ്യാപ്പാണ്. അതിൽ നമ്മളൊരു ഡിസൈൻ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് റെഡിമെയ്ഡ് എച്ചിങ് ആണ്. ഇതിലാണ് നമുക്ക് മൈക്രോ ഓവൻ വെക്കേണ്ടത്. അപ്പോൾ ഓവൻ വെക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു വെൻറ്റിലേഷന് വേണ്ടി നെറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓവൻ ചൂടാകുന്ന ഹീറ്റ് വരുന്നത് കൊണ്ട് ആ ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു നെറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മടക്ക് ഡോറാണ് വരുന്നത്. നമുക്ക് കസ്റ്റമർക്ക് അങ്ങനത്തെ ഒരു ഡോർ അവിടെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിയാനഞ്ചസ് വെച്ചിട്ടാണ് ഇതിൽ മടക്ക് ഡോർ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഗ്യാസ് സിലിണ്ടർ വരുന്നത്. അതിൽ നമ്മൾ അതേപോലെ തന്നെ നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ അടുപ്പ് വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മൊത്തം ഒരു 4 ഡ്രോ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പുൾ ഔട്ട് ഡ്രോയും അതേപോലെ ഒരു പ്ലേറ്റിൻ്റെയും ഒരു പ്ലെയിനും ഒരു ഷീറ്റ് കട്ട്ലറി ഡ്രോ ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കോർണറിലും നമ്മൾ അതേപോലെ തന്നെ ഒരു മടക്ക് ഡോറാണ് വരുന്നത്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ഡബിൾ സൈഡ് ഷീറ്റാണ് ഇട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്ത് ACP ഷീറ്റും അതേപോലെ തന്നെ ഉള്ളിൽ ഐലം ഷീറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഗോൾഡൻ കളറും അതേപോലെ തന്നെ മെറൂൺ കളറുമാണ് ഇതിൽ ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രോസ് ബോണ്ടിൻ്റെ ഷീറ്റാണ്. ഗാലക്സി എന്ന ക്രോസ് ബോണ്ടിൻ്റെ ഷീറ്റാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ്സിൽ നമ്മൾ എച്ചിങ് ഗ്ലാസ് ആണ്. ഇത് നമ്മൾ റെഡിമെയ്ഡ് എച്ചിങ് ആണ് ഗ്ലാസ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പോണ്ടിച്ചേരിയിൽ എല്ലാ മോഡൽ ഗ്ലാസും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൈനിങ് നമ്മൾ നാട്ടിലാണ് പറഞ്ഞത് ലൈനിങ് നമ്മൾ എച്ചിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് അവിടെ തന്നെ ഗ്ലാസ് കിട്ടുന്നുണ്ട്. ഇതിലെല്ലാത്തിലും നമ്മൾ ഹാൻഡിൽ സെക്ഷൻ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബോക്സിൻ്റെ ആയാലും അതെ താഴ്ഭാഗത്തായാലും അതെ നമ്മൾ ഫുള്ള് ബാക്കെല്ലാം ഫുൾ കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ടൈൽസ് എല്ലാം അവിടെയും നമ്മൾ ഐലം ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ തട്ടൊക്കെ അടിച്ചിട്ടുള്ളത്.
ലോഫ്റ്റിൽ നമ്മൾ അതേപോലെ തന്നെ ഡബിൾ സൈഡ് ഷീറ്റ് ഇട്ടിട്ട് തന്നെയാണ് ഡബിൾ ഡോർ ആയിട്ടാണ് ഇതിൽ ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കിച്ചണിലുള്ള ചെറിയ ഫുഡ് കൊടുക്കാനുള്ള പാസേജിൽ കളർ എച്ചിങ് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത്. അത് റെഡിമെയ്ഡ് കളർ എച്ചിങ് ആണ്. അതിൽ ഹൈഡ്രോളിക് വെച്ചിട്ടാണ്, നമ്മൾ ഹാൻഡിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. അത് ഡോറാണെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടി ഹാൻഡിലൊന്നും നമ്മൾ അതിൽ വെച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു മോഡുലാർ കിച്ചൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലൊന്ന് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.